നമുക്കറിയാം 2006 സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ബേസിസിൽ 24 വിളകളാണ് സംഭരിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ്. അതായത് അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ് കമ്മീഷൻ, അതായത് കാർഷിക വില നിശ്ചയ കമ്മീഷൻ. ആ കമ്മീഷൻ ഓരോ വർഷവും ക്രോപ്പിന്റെ ഉൽപാദനത്തില് അതിലെ വിപണി വിലയില് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ചാഞ്ചാട്ടം കൃത്യമായി പഠിച്ച് കേന്ദ്ര ഗവൺമെന്റിന് റിപ്പോർട്ട് കൊടുക്കും. അതനുസരിച്ച് വിലയും നിശ്ചയിക്കും. അതായത് ഓരോ വർഷവും ആ വർഷത്തെ വിലയിലെ ചാഞ്ചാട്ടത്തിന് ആനുപാതികമായ തോതില് സംഭരണ വില ഉയർത്തും. അങ്ങനെ ഉയർത്തി 24 ക്രോപ്പുകൾക്കാണ് സംഭരണ വില ഏർപ്പാടാക്കിയിട്ടുള്ളത്. ഈ കേന്ദ്രം നിശ്ചയിക്കുന്ന സംഭരണ വില കേന്ദ്രം തന്നെ കൊടുക്കും. ഇനി സംസ്ഥാന ഗവൺമെന്റുകൾ സ്വന്തം പോക്കറ്റിൽ നിന്ന്, സ്വന്തം സംസ്ഥാന ഖജനാവിൽ നിന്ന് കേന്ദ്രം നിശ്ചയിച്ചതിൽ ഉപരി സംഭരണ വില കൂട്ടി നൽകുന്നു എന്ന് വച്ചാൽ അതും ആകാം. പക്ഷെ അത് അവരുടെ പോക്കറ്റിൽ നിന്ന് തന്നെ, സംസ്ഥാന ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് തന്നെ കൊടുക്കണം എന്ന് മാത്രം. എങ്ങനെയാണെങ്കിലും സംഭരിച്ച്, അതായത് ഇത് ഈ ആദ്യമൊക്കെ 2006 മുതൽ ഈ സംഭരണം തുടങ്ങിയെങ്കിലും ആദ്യ വർഷങ്ങളിലൊക്കെ ഈ സംഭരണത്തിന്റെ പ്രയോജനം മുഴുവനും കിട്ടിയിരുന്നത് ചില സംസ്ഥാനങ്ങൾ, അതായത് മധ്യപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ഇങ്ങനെ ചില സംസ്ഥാനങ്ങൾക്ക് മാത്രമായിരുന്നു. തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും പല വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ഇതിന്റെ പ്രയോജനം കാര്യമായിട്ട് കിട്ടിയിരുന്നില്ല. അങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഡീസെൻട്രലൈസ്ഡ് പ്രൊക്യൂർമെന്റ് എന്നൊരു നിയമം കൊണ്ടുവരുന്ന, പാർലമെന്റിൽ ഒരു നിയമം പാസാക്കി. അതായത് സംസ്ഥാനങ്ങൾക്ക് അവരവരുടേതായ തോതില് സംഭരിക്കാം. കേന്ദ്രം നിശ്ചയിച്ച വിലയിൽ കൂടുതലാണ് സംഭരണ വിലയെങ്കിൽ ആ കൂടുതലുള്ളത് സംസ്ഥാനത്തിന്റെ ഖജനാവിൽ നിന്ന് കൊടുക്കണം എന്ന് മാത്രം. അപ്പൊ സംസ്ഥാനങ്ങൾക്ക് കൃത്യമായി അവരുടെ ക്രോപ്പിന്റെ വിളവെടുപ്പ് കാലത്ത് തന്നെ സംഭരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാനാണ് ഈ ഡീസെൻട്രലൈസ്ഡ് സംഭരണ നിയമം കൊണ്ടുവരുന്നത്. അങ്ങനെ ആ നിയമത്തിന്റെ വെളിച്ചത്തില് സംസ്ഥാനങ്ങൾക്ക് അതത് സീസണിൽ അതത് ക്രോപ്പ്, ഈ 24 ക്രോപ്പിൽപ്പെട്ടത് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ സംഭരണ വിലയിൽ കൂട്ടിയോ അല്ലെങ്കിൽ അതേ വിലയ്ക്കോ, കൂടുതലാണെങ്കിൽ അത് സംസ്ഥാനത്തിന്റെ പോക്കറ്റിൽ നിന്ന് പോകും. അതേ വിലയ്ക്ക് തന്നെ, കേന്ദ്രം നിശ്ചയിച്ച വിലയ്ക്കാണെങ്കിൽ ആ ചെലവ് മുഴുവനും കേന്ദ്രം വഹിക്കും. അത് പ്രൊക്യൂർ ചെയ്ത്, ഇപ്പൊ നെല്ലാണെങ്കിൽ നെല്ല് സംഭരിച്ച് അരിയാക്കി ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയെ ഏൽപ്പിച്ചു കഴിഞ്ഞ് ആ റെസീറ്റ്, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ്, ഇത്ര രൂപ ചെലവായി എല്ലാ തരത്തിലും കൂടി എന്ന് പറഞ്ഞ ആ ചെലവ് ഓഡിറ്റ് ചെയ്ത കണക്ക് കേന്ദ്രത്തിലെത്തണം. അതുപോലെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റ് ചെയ്ത കണക്കും കേന്ദ്രത്തിലെത്തണം. അത് രണ്ടും കൂടി തട്ടിച്ചു നോക്കിയിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ആ ഫണ്ട് സംസ്ഥാനത്തിന് നൽകുക. അപ്പൊ കേരളത്തിലെ നെൽകൃഷി, കേരളത്തിൽ നിന്ന് ഈ 24 ക്രോപ്പുകളിൽ ഇപ്പോൾ സംഭരിക്കുന്ന 2 ക്രോപ്പേ ഉള്ളൂ. ഒന്ന് നെല്ല്, 2 കൊപ്ര. ഈ കൊപ്രയുടെ സംഭരണമൊക്കെ വളരെ മോശമായിട്ടാണ് കേരളത്തിൽ നടക്കുന്നത്. അതായത് കാർഷിക മേഖലയെ ഇവിടുത്തെ ഗവൺമെന്റ് ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് പാടെ വിസ്മരിച്ച രീതിയിലാണ് നെല്ലിന്റെ സംഭരണമാണെങ്കിലും കൊപ്രയുടെ സംഭരണമാണെങ്കിലും ഇവിടെ നടക്കുന്നത്. അപ്പൊ നെല്ല് സംഭരണത്തിന്റെ കാര്യം മാത്രം നമുക്കറിയാം. തകഴിയിലെ പ്രസാദ് ആത്മഹത്യ ചെയ്തത് പാഡി റെസീറ്റ് ഷീറ്റ്. ആ പാഡി റെസീറ്റ് ഷീറ്റ് എന്താണ്? നെല്ല് സംഭരിക്കുമ്പോൾ നേരെ പൈസ കൊടുത്ത് സംഭരിക്കാൻ ഖജനാവിൽ പൈസയില്ല. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും പാഡി റെസീറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു ഷീറ്റാണ് ഇവർക്ക് കൊടുക്കുന്നത്. ആ ഷീറ്റ് ബാങ്കിൽ കൊണ്ടേ കൊടുത്ത് അതിന്റെ പേരിൽ കടമെടുക്കുക. അതായത് ഗവൺമെന്റ് സംഭരിച്ച നെല്ലിന്റെ വിലയ്ക്ക് ആണ് ഈ പാഡി റെസീറ്റ് ഷീറ്റ് കൊടുത്തിരിക്കുന്നത്. ഈ റെസീറ്റ് ഷീറ്റ് ബാങ്കിൽ കാണിച്ച് ബാങ്കിൽ നിന്ന് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള പണമോ അല്ലെങ്കിൽ എത്രയോ അവർ കൊടുക്കാന്ന് വെച്ചാൽ അത്രയും വാങ്ങിക്കുക. അങ്ങനെ അത്ര മോശം, അതായത് സ്വന്തം അധ്വാനം കൊണ്ട് ഉൽപ്പാദിപ്പിച്ച നെല്ല് സർക്കാരിന് അളന്നു കൊടുക്കുമ്പോൾ ഒരു കടപ്പത്രം മാത്രം കയ്യിലേക്ക് കിട്ടുക. ആ കടപ്പത്രം കൊണ്ട് ബാങ്കറുടെ പാഡി റെസീറ്റ് ഷീറ്റിനെയാണ് ഞാൻ കടപ്പത്രം എന്ന് പറയുന്നത്. അത് പാഡി റെസീറ്റ് ഷീറ്റ് കൊണ്ടുവന്ന് ബാങ്കിന്റെ മുൻപിൽ കൊണ്ടുചെല്ലുമ്പോൾ ഓച്ചാനിച്ച് നിൽക്കണം. കാരണം ബാങ്കർക്ക് അത് ഉടനെ കൊടുക്കാൻ താല്പര്യമില്ല. എന്തുകൊണ്ടാ താല്പര്യമില്ലാത്ത? ബാങ്കിനറിയാം ഗവൺമെന്റ് ധനപ്രതിസന്ധിയിലാണ്, ഈ പണം കൊടുത്താലും എളുപ്പമൊന്നും ഗവൺമെന്റിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല എന്നറിയാം. അപ്പൊ അങ്ങനെ പലപ്പോഴും കർഷകരുടെ
ക്രെഡിറ്റ് എന്താ പറയുക, സിബിൽ കോഡ്, സിബിൽ റേറ്റിംഗ് കുറഞ്ഞു പോകുന്നു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും കർഷകനെ എപ്പോഴും തള്ളിവിടുകയാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അതായത് കൃഷി എന്ന് പറയുന്നത് തന്നെ നഷ്ടം കൊയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി കേരളത്തില്. ഒന്നാമത് തൊഴിൽ കൂലി വളരെ കൂടുതലാണ്. അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ഒക്കെ വില ഇപ്പോൾ വളരെ ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇറിഗേഷൻ സൗകര്യങ്ങളാണെങ്കിൽ വളരെ കുറച്ച് കർഷകർക്ക്, അതായത് ഓൾ ഇന്ത്യ തലത്തില് 42% കൃഷിക്ക് ഇറിഗേഷൻ സൗകര്യമുണ്ട്. 42% ഏക്കറേജിന് ഇറിഗേഷൻ സൗകര്യമുണ്ട്. കേരളത്തിൽ അത് വെറും 17% എന്ന് ഓർക്കണം. 44 പുഴകളുള്ള കേരളത്തിലെ 17% കൃഷിയെ ഇറിഗേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര ശോച്യമാണ്, അല്ലെങ്കിൽ എത്ര എന്താ പറയുക, നിരുത്തരവാദപരമായിട്ടാണ് കൃഷിയോടും കർഷകരോടും ഗവൺമെന്റ് പെരുമാറുന്നത് എന്ന് നമുക്കറിയാം. നമുക്ക് ഡാംസും കനാൽസും ഒക്കെ ഉണ്ട്, ഒക്കെ വറ്റി വരണ്ട് കിടക്കുകയായിരിക്കും. ജലസേചനം മാത്രം നടക്കുന്നില്ല. അത്ര കാര്യക്ഷമതയില്ലായ്മയാണ് പിന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും വരിഞ്ഞു മുറുക്കപ്പെടുന്ന കർഷകനാണ് എങ്ങനെയെങ്കിലും കെട്ടുതാലി വരെ പണയം വെച്ചോ വിറ്റോ ഒക്കെ നെല്ല് ഉൽപ്പാദിപ്പിച്ച്, കാരണം അത് അവന്റെ രീതി, അവന്റെ തൊഴിലായി പോയി. അത് കാരണം ചെയ്ത് ഉൽപ്പാദിപ്പിച്ച് കുറെ നാളത് റോഡിൽ കിടക്കും, കുറെ നാളത് കളപ്പുരയിൽ കിടക്കും. അങ്ങനെയൊക്കെ അവസാനം അത് അളന്നു കൊടുത്തു കഴിഞ്ഞാലോ അതിന് നേരെ പൈസ കിട്ടില്ല. ആ പൈസയാണ് പാഡി റെസീറ്റ് ഷീറ്റ് ആയിട്ട്, കടപ്പത്രമായിട്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അങ്ങനെ നിരവധി നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന കർഷകർ, എത്രയോ കർഷകരാണ് ഇന്ത്യാതലത്തിൽ മുഴുവനും അതുപോലെ കേരളത്തിലും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രസാദ് ഒക്കെ മരിച്ച സമയത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് കേന്ദ്രം തരുന്നില്ല, അതുകൊണ്ടാണ് പിന്നെ നെല്ലിന്റെ പിന്നെ പ്രൊക്യൂർമെന്റ് പ്രൈസ്, സംഭരണ വില കൊടുക്കാത്തത് എന്നായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് കേന്ദ്ര കാർഷിക ഡെപ്യൂട്ടി സെക്രട്ടറിയും നിർമ്മല സീതാരാമനും ഒക്കെ കേരളത്തിൽ വന്നപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ അവര് പറഞ്ഞത് 17, 18 മുതൽ 23 വരെയുള്ള യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റോ രേഖകളോ ഒന്നും അവിടെ കേന്ദ്രത്തിൽ എത്തിയിട്ടില്ല എന്നായിരുന്നു അവർ പറഞ്ഞത്. അപ്പൊ അതിനുശേഷം ഈ രേഖകളൊക്കെ കഴിവതും ശരിയായി തന്നെ അതായത് ഉണ്ടാക്കി പിന്നെ കേന്ദ്രത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു. ആ ശ്രമങ്ങളുടെ ഫലമായിട്ട് എന്നിട്ടും പിന്നെയും പ്രശ്നങ്ങൾ അവശേഷിച്ചപ്പോഴാണ് ഈ അടുത്തിടെ മന്ത്രി അനിൽകുമാർ നേരിട്ട് കേന്ദ്രത്തിൽ എത്തുകയും പിന്നെ അവിടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും പിന്നെയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ അവിടെ വെച്ച് പരിഹരിക്കുകയും ചെയ്തു ഒരു വലിയ പരിധി വരെ. അങ്ങനെയാണ് ഇപ്പോ ഈ 852 കോടി കുടിശ്ശിക കേന്ദ്രം അനുവദിച്ച് സംസ്ഥാനത്തിന്റെ കയ്യിലേക്ക്, അതായത് ഒരു നിഗതിയുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മുടെ പിന്നെ ട്രഷറി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ 852 കോടി രൂപ എത്തിച്ചേർന്നത് എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. നമുക്ക് ആകെ ലഭിക്കാനുള്ള കുടിശ്ശിക എത്രയാണെന്ന് അറിയണ്ടേ? അതായത് 2017, 18 മുതൽ 23, 24 വരെയുള്ള സംഭരണം വില നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്നു. അത് ആകെ 1608.25 കോടി രൂപ വരും. ഇപ്പൊ നമുക്ക് അനുവദിച്ചു കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നത് 2017, 18 മുതൽ 20, 21 വരെയുള്ള കുടിശ്ശികയാണ്. അതായത് 2017, 18 മുതൽ 20, 21 വരെയുള്ള കുടിശ്ശികയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ 852 കോടി രൂപ എന്ന് പറയുന്നത്. ഇനിയും നമുക്ക് 756.25 കോടി രൂപ, അതായത് 20, 21 ശേഷം 23, 24 വരെയുള്ള കാലഘട്ടത്തിലെ സംഭരണ വിലയായ 756.25 കോടി രൂപ കൂടി ഇനിയും ലഭിക്കാനുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഭാഗികമായിട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ കുറ്റവും ഭാഗികമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് കുറ്റവുമാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. കാരണം അതായത് കേന്ദ്ര ഗവൺമെന്റ് കർഷകരെ എങ്ങനെ പരിലാളിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണല്ലോ കർഷകര് പിന്നെ വരാതിരിക്കാൻ വേണ്ടി വലിയ ചൈനീസ് മതിൽ പോലെയുള്ള മതിലുകളൊക്കെ കെട്ടി കർഷകരുടെ ഉപരോധം വരാതിരിക്കാൻ വേണ്ടി ഡൽഹി അതിർത്തികളിലെല്ലാം ഉപരോധമൊക്കെ ഏർപ്പെടുത്തി കർഷക സമരത്തെ മാറ്റി നിർത്തിയത്. ഇപ്പൊ ഇലക്ഷനും കൂടി വരുവായി തരണം. അപ്പൊ അതിനിടയ്ക്ക് എന്നിട്ടും കണ്ണീർ വാതക ഷെല്ലൊക്കെ വീണു. അങ്ങനെ പലതരത്തിലും കർഷകരെ ദ്രോഹിച്ച് ഒരു യുവ കർഷകൻ മരണപ്പെട്ടതും ഒക്കെ നമുക്കറിയാം. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് തന്നെ കർഷക വിരുദ്ധ സമീപനമാണ് എല്ലായ്പ്പോഴും സ്വീകരിക്കാറുള്ളത്.
ഈ സംഭരണ വില കേന്ദ്രം നിശ്ചയിക്കുന്നു എന്നൊക്കെ പറയുന്നത് കർഷകരെ കേന്ദ്രം വാരി പുണരുന്നത് കൊണ്ടല്ല. അതായത് എം.എസ്. സ്വാമിനാഥൻ, ദിവംഗതനായ എം.എസ്. സ്വാമിനാഥൻ കമ്മീഷൻ അത്ര കൃത്യമായി പഠിച്ച് എത്രയോ ഡെക്കഡ്സ് ഇന്ത്യൻ കാർഷിക മേഖലയെ പുനരുദ്ധരിക്കാൻ വേണ്ടി കൂടെ നിൽക്കുകയും കാർഷിക വിപ്ലവം കൊണ്ടുവരികയും ഒക്കെ ചെയ്ത മാന്യദേഹമാണ് അദ്ദേഹം. കൃഷിയെ പറ്റി, അല്ലെങ്കിൽ കൃഷി അന്യം വന്നു പോയാൽ എന്ത് ചെയ്യും? നമുക്കറിയാം, 142,86,00,000 ജനങ്ങളുള്ള ലോകത്തെ ഒന്നാമത്തെ ജനസംഖ്യയാണ് ഇന്ത്യയുടേത്. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഭക്ഷ്യോൽപാദനം കുറഞ്ഞു പോയാൽ എന്ത് സംഭവിക്കുമെന്ന് വളരെ കാര്യക്ഷമമായി ദീർഘവീക്ഷണത്തോടെ ചൂണ്ടിക്കാണിക്കുകയും അതിനുവേണ്ട മുൻകരുതലുകൾ എടുക്കണമെന്ന് ശക്തമായി വാദിക്കുകയും ചെയ്ത കാർഷിക ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ. അപ്പം അദ്ദേഹമാണ് ഇങ്ങനെ ഈ 24 ക്രോപ്സ് സംഭരിക്കണമെന്നും അതിന്റെ ഉൽപാദന ചെലവിന്റെ 1.5 ഇരട്ടി വിലയായിരിക്കണം സംഭരണ വിലയെന്നും. ഉൽപാദന ചെലവ് 100 രൂപയാണെങ്കിൽ 150 രൂപയായിരിക്കണം അതിന്റെ സംഭരണ വില. അതായത് ഉൽപാദന ചെലവിന്റെ കൂടെ എന്തൊക്കെ ചെലവുകൾ കൂട്ടണം? പുറത്ത് കൊടുക്കേണ്ട കൂലിയും മറ്റ് ഫെർട്ടിലൈസർ പ്രൈസസും ഇറിഗേഷൻ പ്രൈസസും ഇലക്ട്രിസിറ്റി പ്രൈസസും പൂട്ടുകൂലിയോ അല്ലെങ്കിൽ ട്രാക്ടർ കൂലിയോ മാത്രം പോരാ. വീടിനകത്ത് നിന്ന് എത്ര പേർ ജോലിയിൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നു ഈ കൃഷിയെ സഹായിക്കാൻ? അത്രയും പേരുടെ കൂലിയും കൂടി ചേർത്ത് വേണം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നിശ്ചയിക്കാൻ. ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ 50% കൂട്ടിച്ചേർത്തിട്ട് വേണം സംഭരണ വില നിശ്ചയിക്കാൻ എന്ന് വളരെ ശക്തമായി എസ്റ്റാബ്ലിഷ് ചെയ്താണ് അദ്ദേഹം കടന്നു പോകുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ടാണ് ഈ സംഭരണ വില നിശ്ചയിക്കുന്നത്. എന്നിട്ട് 1.5 ഇരട്ടിയൊന്നും ഇതുവരെ സംഭരണ വിലയായിട്ട് നിശ്ചയിച്ചിട്ടില്ല. എന്തെങ്കിലും കുറേശ്ശെ ഓരോ വർഷവും കൂട്ടിവെക്കും, അത്രയേ ഉള്ളൂ. എങ്കിലും അങ്ങനെ സംഭരിക്കുന്ന ആ സംഭരണ വില പോലും കൊടുത്ത് കർഷകരെ സഹായിക്കാൻ, സമയത്ത് കൊടുത്ത് കർഷകരെ സഹായിക്കാൻ ഒരിക്കലും കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ ശ്രമിക്കാറില്ല എന്നുള്ളതാണ്. ഇവിടെയൊക്കെ ഇന്ത്യയിൽ ഒരു ചൊല്ലുണ്ട്, കർഷകൻ കടത്തിൽ ജനിക്കുന്നു, കടത്തിൽ ജീവിക്കുന്നു, കടത്തിൽ മരിക്കുന്നു.